താങ്കൾ കുറെ കാലമായിട്ടോ ചക്ക എക്സ്പോർട്ട് ചെയ്യുന്നു. അതെ. അപ്പൊ ഈ ചക്കയുടെ ഒരു ബഹുമാനം അത് നിങ്ങളൊക്കെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാ ഏത് രാജ്യത്തേക്കൊക്കെ ചക്ക പോകുന്നത്? ചക്ക യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ മേഖലയിലെ എക്സ്പേർട്ടാണ്. എക്സ്പേർട്ട് അങ്ങനെ എക്സ്പോർട്ട് ഈ ചക്ക ചൗണി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അത് പോകുന്നില്ല. ഇല്ല, ഞാൻ ചക്കയായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ചക്ക കൊണ്ട് നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. അല്ലേ? പറ്റും. അതിന്റെ കാര്യം കൂടെ അങ്ങൊന്ന് പറഞ്ഞു ഇതിന്റെ കൂടെ. ഞങ്ങള് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് 8 വർഷമായിട്ട്, ചക്കക്കൂട്ടം. അതിലൊരു 1,00,000 മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാം ചക്ക ഉത്പാദിപ്പിക്കുന്നവരാണോ? അല്ല, അറ്റ്ലീസ്റ്റ് പ്ലാവുള്ളവരാണോ? പല രീതിയിൽ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പൊ കർഷകരുണ്ട്, ഉൽപ്പന്നം വാങ്ങാൻ താല്പര്യമുള്ളവർ. അതെ, അവരൊക്കെ ഏകോപിപ്പിക്കാന്നുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം. അപ്പൊ അതിനും കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അത് ഞങ്ങൾ പ്രതിഫലം കൈപ്പറ്റാതെ ചെയ്യുന്ന ഒരു മേഖലയാണ്. ഓ, അത് ശരി. അതെ, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ ഈ ചക്ക കമ്മ്യൂണിറ്റിയിൽ ഈ ചക്ക നന്നായിട്ട് കയറ്റുമതി ചെയ്യുന്നവരാണെന്ന് അറിയുന്നത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ചക്കയുടെ ആരാധകനാ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇടനിലക്കാർ കയറുവോ? ഞാനൊരു ഇടനിലക്കാരനാണ്. ഞാനൊരു ഒരാളെ തിരക്കി അടക്കായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഗൾഫിൽ ഇരിക്കുന്നവർക്ക് പ്രീമിയം ജാക്ക് ഫ്രൂട്ട് വേണം. നല്ലത് പ്രീമിയം ക്വാളിറ്റി ഉള്ളത് തെരഞ്ഞെടുത്തത്. ഇവിടെ ആളുകൾ ആഗ്രഹിക്കുന്നത് നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കണം. അപ്പോ ഒരു കർഷകന്റെ അടുത്ത് അല്ലെങ്കിൽ കുറെ കർഷകരുടെ അടുത്ത് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കർഷകന് വേണ്ടത് എത്തിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഒരു ഇടനിലക്കാരന്റെ ആവശ്യം. എക്സ്പേർട്ട് ആയിട്ടുള്ള ആള് ആ കർഷകരിൽ നിന്ന് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. ആ ഇടനിലയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങ് അഭിമാനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചു വന്നത്. അതെ. അപ്പൊ ഈ ചക്കയുടെ പടനിലത്താണ് അങ്ങനെ ഇടനില. നല്ല എന്താ പറയാൻ വന്നായിരുന്നു? ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞു. ദല്ലാൾ എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ബ്രോക്കർ എന്ന് കേട്ടാൽ എന്റെ മനസ്സിലേക്ക് വരുന്നത് വളരെ ചെറുപ്പത്തിൽ നാട്ടുപുറത്തൊരു ഡയറിയുമായിട്ട് കല്യാണ ബ്രോക്കറാണ് എന്റെ മനസ്സിൽ വരുന്നത്. താങ്കൾ കല്യാണം കഴിഞ്ഞല്ലോ? അല്ല, ഞാൻ പറഞ്ഞത് അതേ ബ്രോക്കറെ നമ്മളെ ബാക്കി ഇവിടെ അന്ന് പെൺകുട്ടികളുടെ വീട് തിരഞ്ഞ് ആൺകുട്ടികളുടെ വീട് തിരഞ്ഞത് ആൾക്കൊരു ജോഗ്രഫിക്കൽ ഏരിയ വളരെ കുറച്ചാണ്, 2-3 ഗ്രാമങ്ങളാണ്. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോ അതേ പണി ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? മാട്രിമോണിയൽക്കാരാണ്. അപ്പൊ എന്തായി? അവർക്ക് സർവീസ് കൂടി. കാരണം ലോകം മുഴുവനായി അവരുടെ കയ്യിലേക്ക് സർവീസ്. ബ്രോക്കർ നേരത്തെ കൊടുക്കുന്ന പൈസ അത് കയ്യിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ സർവീസ് ചാർജ് ചോദിച്ചു വാങ്ങുന്നു. അപ്പൊ ബ്രോക്കറുടെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ബ്രോക്കർ ഇതുപോലൊരു പെൺകുട്ടി ഈ ഭൂമിയിൽ ഉണ്ടായി കാണുന്നത് എന്നൊക്കെ ബ്രോക്കർ പറയാൻ ധൈര്യപ്പെടും. ഈ മാട്രിമോണിക്കാർ അത് പറയത്തില്ല. അല്ല, അത് റിയാലിറ്റി വന്നു, കുറച്ചുകൂടി സേവനം കിട്ടി, സർവീസ് ചാർജ് കൂടി. അപ്പോൾ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നൊരു ഭൂമിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ തലത്തിൽ നമ്മൾ ഈ ബ്രോക്കർമാരെ കാണും. അല്ലാതെ ദല്ലാൾ എന്ന് വിളിച്ച് ഇടനിലക്കാരായ ആളുകളായി നിന്നുകൊണ്ട് ആളുകളെടുത്ത് കൈക്കൂലി വാങ്ങി കൊടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ കാണരുത്. ആളുകൾക്ക് സേവനം വളരെ വേഗത്തിൽ. അങ്ങനെയാണ് ഏജൻസി ഈ ഇടനിലക്കാരായി നമ്മൾ ദല്ലാൾ തന്നെ ഇൻവെർട്ടർ കോമിറ്റി അയാളെ ഒരു കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അംഗീകരിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഫോമിറ്റി ഉള്ള, അതായത് വ്യവസ്ഥാപിതമായ അല്ല ചൂണ്ടുകൂലി. ഞാൻ അതിൽ പറയാം, അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് 2.5% അല്ലെങ്കിൽ 1.5% ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കുന്നു. ഈ ചൂണ്ടുകൂലി അതിന്റെ ഉള്ളിലാണ് വരിക. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് 2.5% പുറത്തല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ആർക്ക് കൊണ്ടുപോകും? മറ്റു ചൂണ്ടിക്കൊടുക്കുന്ന ആൾ കൊണ്ടുപോകും. അതും അദ്ദേഹത്തിന്റെ തൊഴിലാണ്. ചൂണ്ടിക്കൊടുക്കുന്ന തൊഴിലില് അദ്ദേഹത്തിന്റെ വരുമാനം വ്യവസ്ഥാപിതമായി കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനു കുറ്റം പറയണം? ചൂണ്ടിക്കൊടുക്കുന്നു. അതായത് ഇവിടെ ദല്ലാൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ചു പേർക്ക് വിവാഹം നടന്ന എങ്ങനെയാന്ന് ചോദിച്ചു നോക്ക്. കല്യാണം നടന്ന എങ്ങനെയാന്ന് ചോദിച്ചു നോക്ക്. പ്രേമിക്കാതെ ദല്ലാള് വഴി കല്യാണം നടന്നവരിവിടെ ഉണ്ടോന്ന് നോക്ക്. എന്റെ കല്യാണം നടന്നിരിക്കുന്നത് ദല്ലാള് വഴിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.